അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഓൾറെഡി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അല്ലെങ്കിൽ സീറ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് സെഷനിൽ തുടങ്ങാം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജനറലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചരിത്രം എഴുതുന്ന എഴുത്തുകാരായിക്കോട്ടെ, അത് പഠിക്കുന്ന അതിനെക്കുറിച്ച് അതിൻ്റെ പണ്ഡിതന്മാരായിക്കോട്ടെ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതലല്ല പറഞ്ഞു തുടങ്ങുക. കുറച്ച് പിന്നിലേക്ക് പോകും. കുറച്ച് പിന്നിലേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് 1000 വർഷങ്ങൾക്കും പിന്നിലേക്ക് പോകും. എവിടെ മുതലെന്ന് വെച്ചാൽ നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കഥ മുതൽ. അതേത് ഭാഗം? ഹാജർ ഇസ്മായിൽ സൈഡ്, അല്ലാതെ ഇസ്ഹാഖ് സാറ സൈഡല്ല. കാരണം നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലീനിയേജ് തുടങ്ങുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാമിൽ നിന്നാണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ പറഞ്ഞു തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഹാജർ, ഇസ്മായിൽ അവർ അന്നത്തെ അറേബ്യയിലെ ഹിജാസ് എന്ന സ്ഥലത്തേക്ക് യാത്ര പോയ ആ ഒരു ഇത് മുതലാണ് തുടങ്ങുന്നത്. അതായത് ഇന്ന് മക്ക സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ആ സ്ഥലത്ത് അന്ന് ഒന്നുമില്ല, ആരും താമസിക്കുന്നില്ല, ഒരു കൃഷിയോ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഒരു ഡെഡ് വാലി എന്ന് പറയാം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ഭാര്യനെയും കുഞ്ഞിനെയും അവിടെ ഉപേക്ഷിച്ച് കുറച്ച് വെള്ളവും ഒരു തോലിൻ്റെ സഞ്ചി, ലെതർ ബാഗ്, കുറച്ച് ഈത്തപ്പഴവും അവിടെ വെച്ച് കൊടുത്തിട്ട് നടന്ന അകലാണ്. ഒന്നും പറയാതെ ജസ്റ്റ് അവിടെ നിന്ന് തിരിഞ്ഞൊന്ന് നടന്നു പോയി. അപ്പോൾ ഹാജർ അലൈഹിസ്സലാമിന് യാത്ര പുറപ്പെട്ടപ്പോൾ അറിയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം ഇവരെവിടെയോ കൊണ്ടുവന്നാക്കാനാണ് ഈ പോകണമെന്ന് അറിയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സ്ഥലത്ത് ഈ മരുഭൂമിയുടെ നടുവിൽ ഉപേക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഹാജറ ബീവി എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് ചോദിച്ചു, ഓ ഇബ്രാഹിം, നിങ്ങൾ എങ്ങോട്ടായി പോണത്? ഞങ്ങളെ ആരുമില്ലാത്ത, ഒന്നുമില്ലാത്ത ഈ ഒരു മരുഭൂമിയിലിട്ടിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറഞ്ഞില്ല. വീണ്ടും ചോദിച്ച്, അപ്പോഴും മറുപടിയില്ല. മൂന്നാമത് ചോദിച്ചു, അപ്പോഴും മറുപടിയില്ല. അപ്പോൾ നാലാമതായിട്ട് ഹാജർ അലൈഹിസ്സലാം ചോദിച്ച്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാജറ ബീവി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഞങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഒന്നുമില്ലാത്തൊരു മിഡിൽ ഓഫ് നോവെയർ, ഒന്നുമല്ലാത്തൊരു സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകുമ്പോൾ പറയണത് എന്താണ്? ഇത് അള്ളാഹുവിൻ്റെ ഉത്തരവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, അദ്ദേഹം ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളും, ഞങ്ങൾ ഒരിക്കലും അവഗണിക്കുക, നെഗ്ലക്റ്റ് ചെയ്യുക ചെയ്യില്ല എന്ന്. ഇത് ഈ സംഭവം സഹീഹ് ബുഖാരി ഹദീസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതേ സമയം ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ നിന്ന് നടന്ന് നീങ്ങിയിട്ട് അവരെ കാണാൻ പറ്റാത്ത ഒരിടത്തെത്തിയപ്പോൾ നിന്നിട്ട് കഅബയുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞ്, അതായത് അന്ന് അവിടെ കഅബയില്ലല്ലോ, ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സൂറ ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതെന്തായിരുന്നു ആ പ്രാർത്ഥന? എൻ്റെ രക്ഷിതാവേ, അല്ലെങ്കിൽ ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ സന്തതിനെ ഞാൻ കൃഷിയോ ഒന്നുമില്ലാത്ത ഒരു താഴ്വരയിൽ താമസിപ്പിച്ചിട്ട് ഞാൻ പോരുകയാണ്. നിൻ്റെ പവിത്രമായ വീടിൻ്റെ അടുത്തുനിന്നാണ് പറയണത്. അതെന്തിനു വേണ്ടിയിട്ട്? അവർ നിസ്കാരം എന്താ പറയുക, കറക്റ്റായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആളുകളുടെ ഹൃദയം അവരിലേക്കൊരു ചായ്വ് ഉണ്ടാക്കണേ. അതുമാത്രമല്ല, അവർക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് കൊടുക്കണമെന്നും, അതുപോലെ അതെന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് ദേ വിൽ ബി താങ്ക്ഫുൾ, അവർ നന്ദിയുള്ളവരാവാൻ വേണ്ടിയിട്ട് എന്ന്. ഇനി ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് പറയുന്നതിന് മുമ്പായിട്ട് മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ് എന്ന് പറഞ്ഞൊരു പിരമിഡ് ഉണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച്. ഞാൻ മുമ്പ് ഒരിക്കലൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുമ്പാണത്, കുറച്ചധികം മുമ്പാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊരു പിരമിഡിൽ ഏറ്റവും ആദ്യം പറയുന്നത് നമ്മളുടെ ഫിസിയോളജിക്കൽ നീഡാണ്. അതായത് ഭക്ഷണം, ഉറക്കം, വെള്ളം എന്നുള്ള ബേസിക് നീഡ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളുടെ അടുത്ത ആവശ്യം വരുന്നത് വീട്, ഒരു
എന്താ പറയുക അടച്ചുറപ്പുള്ളൊരു വീട്, ഒരു സേഫ്റ്റി ആവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ ആരും എന്താ പറയുക കള്ളന്മാർ വരില്ല, ഉപദ്രവിക്കില്ല, ആ ഒരു സേഫ്റ്റിയും കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്കൊരു ബിലോങ്ങിങ്, സോഷ്യൽ ലൈഫ് ഉണ്ടാവണം, ഫ്രണ്ട്സ് ഉണ്ടാവണം, പാർട്ട്ണർ ഉണ്ടാവണം, ആ ഒരു നീഡ് വരുന്നത്. അതും കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ എന്താ പറയുക അടുത്ത നീഡ് വരുന്നത്, സെൽഫ് എസ്റ്റീം, സ്വന്തമായിട്ടൊരു തോന്നൽ, റിലീജിയൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്. പക്ഷേ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഈ പിരമിഡ് തല തിരിഞ്ഞിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം ആദ്യം പടച്ചവനോട് ചോദിക്കുന്നത് അവർക്ക് ഭക്ഷണവും വെള്ളവും ഒരു ഷെൽട്ടർ കൊടുക്കാനല്ല. ആദ്യം അദ്ദേഹം ചോദിച്ചത് എന്താ? നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ആദ്യം ഒന്നുമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാത്തടത്ത് ആദ്യം ഫാമിലിക്ക് ജീവിക്കാനുള്ളത് കൊടുക്കണം എന്നല്ല പ്രാർത്ഥിക്കുക. പക്ഷേ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആദ്യം തന്നെ നിസ്കാരം, അതായത് ദീനിൻ്റെ ഒരു കാര്യമാണ് ആദ്യം തന്നെ പറയുന്നത്. അവർ നിസ്കാരം നിലനിർത്തുന്നവരാവാൻ വേണ്ടിയിട്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആളുകളിൽ, അതായത് അടുത്തത് സോഷ്യൽ താഴേക്ക് വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഇത് കഴിയുമ്പോൾ പിന്നെ ആളുകളിലുള്ളൊരു സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് ഇവരോട് ആളുകൾക്ക് സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നതാണ്, ലാസ്റ്റാണ് ഭക്ഷണം ചോദിക്കുന്നത്. പക്ഷേ ആ ഭക്ഷണം ചോദിക്കുമ്പോഴും അദ്ദേഹം അതിനോടൊപ്പം പറയുന്നത് എന്താണ്? അതും വിഭാഗത്തിലേക്കാണ് കണക്ട് ചെയ്ത് പറയുന്നത്. കാരണം ഫ്രൂട്ട്സ് കൊടുക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് ഹി മേ ബി ഗ്രേറ്റ്ഫുൾ, അവർ നന്ദിയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് ഭക്ഷണത്തിനെ പോലും അദ്ദേഹം റിലീജിയനിൽ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതാണ് ശരിക്കും കംപ്ലീറ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, അത് ഭക്ഷണം കഴിക്കണമായിക്കോട്ടെ, ഉറങ്ങുന്നതായിക്കോട്ടെ, എല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കുറേ കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് അല്ലാത്തവർക്കൊന്നും ഇത് പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഇതിലേക്ക് എത്താനേ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കഥയിൽ ഉപേക്ഷിച്ചിട്ട് പോയി, കുറച്ച് ഭക്ഷണം ഉള്ള ബാക്കി. അപ്പോൾ അത് അധികം ദിവസം നിൽക്കില്ല, അല്ലെങ്കിൽ അധികം നിൽക്കില്ലല്ലോ. ഹാജർ അലൈഹിസ്സലാം അത് വെള്ളവും ഭക്ഷണവും തീർന്നു. അപ്പോൾ ഹാജർ അലൈഹിസ്സലാം ഇസ്മായിൽ നബിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാല് കുറഞ്ഞു തുടങ്ങി, കുഞ്ഞ് കരയാൻ തുടങ്ങി വിശന്നിട്ട്. അപ്പോൾ നമുക്കറിയാലോ, ഒരു ഉമ്മാക്ക് ഒരു കുട്ടി ഇങ്ങനെ വേദന കൊണ്ട് കരയുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം സഫ എന്ന് പറഞ്ഞ മലയുടെ മേലേക്ക് ഓടിക്കയറി ഇങ്ങനെ നോക്കുകയാണ്, ആരെങ്കിലും അറ്റത്ത് എവിടെയെങ്കിലും ഒരു അനക്കം കാണുന്നുണ്ടോയെന്ന്. അല്ലാതെ നോക്കിയിട്ട് കാണാണ്ട് പിന്നെ വീണ്ടും ഇറങ്ങി ഇപ്പുറത്തെ സൈഡിലുള്ള മലയുടെ മേലെ ഓടും. വീണ്ടും അവിടെ നോക്കിയിട്ട് കാണാണ്ടാവുമ്പോൾ വീണ്ടും ഇറങ്ങി വരും, എന്നിട്ട് ഓടിയിട്ട് വീണ്ടും അടുത്ത മല കയറും. അങ്ങനെ മലകൾ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് അങ്ങോട്ട് ഓടുകയാണ്. ആരെങ്കിലും കാണും, കുട്ടി ഇങ്ങനെ പെടഞ്ഞ് കരയല്ലേ. അങ്ങനെ 7ാമത്തെ സമയം ആ കുന്നിൻ്റെ മേലെ എത്തുമ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ കാലിൻ്റെ അവിടെ നിന്നാണ് വരുന്നത് സൗണ്ട്. അവിടെ ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി, അതായത് ആകാശത്തു നിന്ന് വന്നിട്ട് മലക്ക് എന്താ ചെയ്യുന്നത്, അവിടെ ഒരു ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് അവിടെ വെള്ളം വരികയാണ് അതിന്. അപ്പോൾ ഹാജർ അലൈഹി സ്വലാം ഓടി ചെന്ന്, കാരണം സന്തോഷം കൊണ്ട്. എന്നിട്ട് വേഗം എന്താ ചെയ്തത്, അതിന് ചുറ്റും ഇങ്ങനെ കൂട്ടി വെച്ച്, അതൊരു എന്താ പറയുക, വെള്ളം ഒഴുകി പോവാണ്ടിരിക്കാൻ വേണ്ടി കൂട്ടി വെച്ച്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ഇസ്മായിലിൻ്റെ ഉമ്മാക്ക് പടച്ചവൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന്. എന്താണെന്ന് വെച്ചാൽ ഹാജർ അലൈഹി സ്വലാം ആ വെള്ളത്തെ അങ്ങനെ വെറുതെ വിടുമായിരുന്നെങ്കിൽ അത് ഒഴുകിയോ ഒരു അരുവിയോ നദിയോ ആയി മാറിയേനെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഇടപെടൽ കൊണ്ട് അതൊരു കിണറായി മാറിയെന്ന്. കാരണം ആ വെള്ളത്തെ ഇങ്ങനെ തടഞ്ഞിങ്ങനെ നിർത്താൻ നോക്കുകയായിരുന്നു, അത് ഒഴുകിപ്പോയി തീരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. കാരണം ആ സമയത്ത് ആ ഉമ്മയുടെ മനസ്സിലത്തെ ഫീലിങ്സാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഹൃദയം പൊട്ടിയ വേദനയിലാണ് ഇങ്ങനെ മോൻ കരയിനെ കാണാൻ പറ്റാണ്ട് ഇങ്ങനെ ഓടിയിരുന്നത്. അപ്പോൾ ഹാജറ ബീബി അത്രയും പടച്ചോണിൽ വിശ്വസിച്ചിരുന്നൊരു വനിതയാണ് അല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുകയായിരുന്നു. എന്നിട്ട് ഈ പരീക്ഷണത്തിൻ്റെ അവസാനം എന്താണ്, വലിയൊരു എന്താ പറയുക, ഒരു അനുഗ്രഹം ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്കറിയില്ല അല്ലേ.
അതുപോലെയാണ് നമ്മളും. കാരണം ആ സമയത്ത് മോനിങ്ങനെ കിടന്ന് പെടഞ്ഞ് കരയുന്നത് കണ്ട് എത്രത്തോളം വേദനയും വിഷമം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിന് ശേഷം ഇത്രയും സന്തോഷമുള്ളൊരു കാര്യം കിട്ടി. അപ്പോൾ അതേപോലെയാണ് നമുക്കും ലൈഫിൽ വരിക. അതേപോലെ നമ്മൾ ആ ഒരു ഫുഡ് സ്റ്റെപ്സ്, ഹാജറ ബീവിയുടെ ആ ഒരു കാൽപാദം പിന്തുടർന്നാണ് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഉംറക്ക് പോകുമ്പോൾ ഈ സഫ മർവയുടെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ 7 പ്രാവശ്യം സൈൽ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് എന്താ പറയുക, ഈ ഒരു കഥ ഓർമ്മ വേണം. അപ്പോൾ നമ്മൾ ലൈഫിൽ പലപ്പോഴും നമ്മളെ മൈൻഡ് സെറ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയില്ല അപ്പുറത്തെ ഭാഗത്ത് പടച്ചോൻ നമുക്ക് വേണ്ടി എന്താണ് ഭാവിയിൽ വെച്ചേക്കണമെന്ന് അറിയില്ല. അപ്പോൾ പടച്ചോൻ എന്തെങ്കിലും എന്തായാലും വെച്ചിട്ടുണ്ടാവും. ഹാജറ ബീവിക്ക് ഈ ലോകത്ത് അള്ള കൊടുത്ത ഒരു അനുഗ്രഹമാണ് സംസം. അപ്പോൾ ഇനി പരലോകത്തിന് എന്താ പറയുക, സ്വർഗം കിട്ടാൻ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ എന്ത് സിറ്റുവേഷനും എന്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കഥ ഓർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ബെറ്റർ സംഭവം അള്ള മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത്, അതായത് 2 സ്ഥലത്തും നമുക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടാനുണ്ട്. അതുപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു കഥയുടെ ഒരു ഭാഗം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. അതായത് അദ്ദേഹം കുടുംബമായിട്ട് മരുഭൂമിയിൽ വഴി തെറ്റിയിട്ട് ഒരു ഭയങ്കര കാറ്റുള്ള തണുത്ത രാത്രിയിൽ വഴി തെറ്റി എന്താ ചെയ്യേണ്ടത്, ഈജിപ്തിലേക്ക് പോകണത് എങ്ങനെയെന്ന് അറിയാണ്ട് നിൽക്കുമ്പോൾ ദൂരെ ഒരു തീ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറയുന്നത് എന്താ, ഞാൻ ആ തീ പോയിട്ട് നിനക്ക് തിരിച്ചു വരുമ്പോൾ വെളിച്ചവും വഴിയും കൊണ്ടുവരാമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് പോണത്. ജസ്റ്റ് അങ്ങോട്ട് ഇരുട്ടത്തേക്ക്, ഇരുട്ടുള്ള ഈ രാത്രിയിൽ ഒരു വെളിച്ചവും കിട്ടണം. കാരണം തീ ഉണ്ടാകുമ്പോൾ വെളിച്ചം ഉണ്ടാവുമല്ലോ, കുറച്ച് ചൂടും കിട്ടും അതിൻ്റെ ഈ തണുപ്പ് കാലാവസ്ഥയിൽ നിന്ന്. അത് മാത്രമല്ല അവിടെ തീ ഉണ്ടാകുമ്പോൾ എന്തായാലും അവിടെ ആളുണ്ടാവുമല്ലോ മരുഭൂമിയിൽ, അവരോടൊന്ന് എന്തായാലും വഴി ചോദിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് മൂസാ നബി പോണത്. പക്ഷെ അള്ള അതിലും ബെറ്റർ ആയിട്ടൊരു സംഭവമല്ലായിരുന്നു അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ഖുറാനിൽ അള്ള പറയുന്നില്ല, അവിടെ ചെല്ലുമ്പോൾ മൂസ അലൈഹി സ്വലാം ആരെ മീറ്റ് ചെയ്ത് അള്ളാനെ കണ്ടില്ലെങ്കിലും സംസാരിച്ചല്ലോ അള്ള. ആ രാത്രിക്കൽക്ക് മാത്രമുള്ള വെളിച്ചമല്ല അവിടുന്ന് മൂസാ നബിക്ക് കിട്ടിയത്, ഒരു മനുഷ്യരാശിക്ക് മുഴുവനുള്ള വെളിച്ചം എന്ന് പറഞ്ഞ പോലെ ഈജിപ്തിലേക്കല്ല സ്വർഗത്തിലേക്കുള്ളൊരു വെളിച്ചമായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾക്കൊക്കെ അതിൽ കൂടെ ഒക്കെ പോകുന്ന ആളുകൾക്ക് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ലെവൽ തന്നെയാണ് മാറ്റി വെച്ചിട്ടുള്ളത് നമുക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിൽ ഓർക്കാം. ഇനി നമുക്ക് തിരിച്ച് കഥയുടെ ഇവിടേക്ക് വരാം. അപ്പോൾ ഈ വെള്ളം വന്നു, ഇവർ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൽക്ക് ഈ ജീവനുള്ള എന്തിനൊക്കെ അട്രാക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എന്താ ചെയ്യുക, അവിടെ കിളികൾ വന്നിട്ട് ഈ കിണറിന് മുകളിലൂടെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അവിടെ ഒന്നും ഇതില്ലാത്തടത്ത് വെള്ളം കണ്ടപ്പോൾ കിളികളൊക്കെ വന്നിങ്ങനെ അല്ലാതെ അതിലേക്ക് പറക്കാൻ, അതിൻ്റെ മേലെ പറക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ചുറ്റുവട്ടത്ത് താമസിച്ചിരുന്നൊരു ഗോത്രമുണ്ട്, ജുർഹും ഗോത്രം എന്നാണ് പറയുന്നത്. ഈ ജുർഹും ഗോത്രം എവിടെ നിന്നാണ് വന്നത്? ജുർഹും ഗോത്രം യമനിൽ നിന്ന് വന്നൊരു ഗോത്രമാണ്. ഓക്കെ, ഈ അറബ് ഭാഷയും അറബ് ആളുകളുടെ ജനനസ്ഥലം യമന എന്നാണ് അറിയപ്പെടുന്നത്. അവിടുന്നാണ് ഈ അറബ് ഗോത്രങ്ങൾ പല സ്ഥലങ്ങളിലേക്കായിട്ട് പലായനം ചെയ്തിട്ടാണ് ഈ അറേബ്യയിൽ മുഴുവനും ഈ അറബ് ആളുകളുണ്ടായത്. അപ്പോൾ പല ഘട്ടങ്ങളായിട്ട് ആളുകൾ അവിടുന്ന് പലായനം ചെയ്തിട്ടുണ്ട്. അതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം ഒരു ഡാം ഉണ്ടായൊരു കഥ പറയുന്നുണ്ട്. ഖുറാനിലൊരു ഫുൾ സൂറ ഉണ്ട് അതിൽ, സബഹ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഉണ്ടായ ഒരു കിങ്ഡം, അവിടെ ഉണ്ടായ ഒരു രാജ്യം പോലത്തെ ഇതിൻ്റെ പേരാണത്. അപ്പോൾ അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ അവരാണ് ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഡാം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഡാം ഉള്ളതുകൊണ്ട് തന്നെ ഈ മരുഭൂമിയിൽ അവർക്ക് കൊല്ലം മുഴുവനും വെള്ളം ഉണ്ടായിരുന്നു. മഴയില്ലെങ്കിലും വെള്ളം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ അവർക്ക് കൃഷിയും ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അതിൽ ഒരെണ്ണം കുറച്ച് എക്സാജറേറ്റ് ഇല്ലാത്തത് പറയുന്നത് നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെ ഒരു ചൊല്ല് വരെ ഉണ്ടായിരുന്നു. അതായത് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാൾ ഒരു കൊട്ടയും കൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും ആ ബാസ്ക്കറ്റ് നിറച്ച് ഫ്രൂട്ട്സ് ആവുമെന്ന്. കാരണം ഫ്രൂട്ട്സൊക്കെ മരത്തിൽ നിന്ന് അങ്ങനെ വെറുതെ വീഴുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്രക്കും എന്താ പറയുക, ഫ്രൂട്ട്സിൻ്റെ ആ ഒരു സംപൃഷ്ടി എന്ന് പറയില്ല, അതായത് ഭയങ്കര ഒരു അഗ്രികൾച്ചറിൽ ഭയങ്കര ഇതായിട്ടുള്ളൊരു സൊസൈറ്റി ആയിരുന്നു അവർ.
അപ്പോൾ ഖുറാനിൽ എന്തായാലും അവരുടെ വെൽത്തിനെ കുറിച്ചും അവരുടെ സമ്പാദ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് അവർക്ക് ഒരു യാത്രയുടെ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിരുന്നില്ല എന്ന്. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരുണ്ടാവും അവിടെ ഒക്കെ അങ്ങനെ താമസിക്കണം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇടയിലിടയിലൊക്കെ നിർത്താനുണ്ടാവും. അല്ലെങ്കിൽ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര പാടല്ലേ, കുറേ ദൂരം എത്തിയല്ലേ കുറച്ച് വെള്ളമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും വില്ലേജുകളും ചെറിയ ചെറിയ വില്ലേജുകളും ടൗണുകളൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിരുന്നില്ല മറ്റുള്ള ആളുകൾ ലോകത്ത് യാത്ര ചെയ്തിരുന്ന പോലെ. അപ്പോൾ അവർ ഭയങ്കര അഹങ്കാരികളും പഠിച്ചവന് വിശ്വാസമില്ലാണ്ടൊക്കെ ആയപ്പോൾ തുടങ്ങിയപ്പോൾ അവരിങ്ങനെ പറയാൻ തുടങ്ങി, ഓ ഞങ്ങൾക്കും എന്താ പറയുക മറ്റുള്ളവരെ പോലെ ബുദ്ധിമുട്ട് അറിയണം, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പോരാ എന്നുള്ള രീതിയിലൊരു അഹങ്കാരത്തിലൊക്കെ പറയാൻ തുടങ്ങി. എന്നിട്ട് അവർ എന്ത് ചെയ്ത് അള്ളാഹുവിനോട് പറയുകയും ചെയ്തു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത്, മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കി തായ, ഞങ്ങൾക്ക് മാത്രം തന്നെ എളുപ്പമാക്കണം എന്നുള്ള രീതിയിൽ. അങ്ങനെ അള്ളാഹ് അവർക്ക് ബുദ്ധിമുട്ടാക്കി കൊടുത്ത് അള്ളാഹുവിൻ്റെ ആ ഒരു ഇത് അവർ ധിക്കരിച്ചപ്പോൾ അള്ളാഹ് അവർക്ക് കൊടുത്ത ഒരു ശിക്ഷയാണ് ആ ഡാം അങ്ങോട്ട് ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു. ആ ഡാം പൊളിഞ്ഞ് നശിച്ചപ്പോൾ അവിടെ മുഴുവനും എന്താ പറയുക വെള്ളപ്പൊക്കം വന്ന ആ ഏരിയ മുഴുവനും വെള്ളത്തിൽ മുങ്ങി അവരെ കൃഷികളൊക്കെ നശിച്ച് അപ്പം മുതൽ ആളുകൾ ഭയങ്കര ഒരു ഹ്യൂജ് ആയിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പലായനം ചെയ്യാൻ തുടങ്ങി വേറെ സ്ഥലത്ത്. അവിടെയൊക്കെ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം ആകുമ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറേ പേര് നജ്ദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഹിജാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഷാം ഇപ്പോൾ ഉള്ള സിറിയ ഉള്ള ഭാഗത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് സെറ്റിൽ ചെയ്ത്. അങ്ങനെ അതിൽ ഒരു ഗോത്രമാണ് ഔസ് അൽ ഖസ്റജ് എന്ന് പറഞ്ഞ 2 ഗോത്രങ്ങളുണ്ട് മദീനയിൽ. അത് പിന്നീട് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ മദീനയിൽ സെറ്റിലായ 2 ഗോത്രം ഔസ് ഖസ്റജ്. അതുപോലെ കുറേ പേര് സിറിയയിൽ, ഇറാഖിൽ, അങ്ങനെ പല സ്ഥലത്തേക്കും പോയി. ഈ ജുർഹൂം അങ്ങനെ ഒരു ട്രൈബായിരുന്നു അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ നമുക്കറിയില്ല ഈ ഡാമിന് മുമ്പാണോ ഡാമിന് ശേഷമാണോ അവർ അവിടെ നിന്ന് പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ യമനിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗോത്രമാണ് അതെന്ന് നമുക്കറിയുള്ളൂ. അപ്പോൾ അവർക്കാണെങ്കിൽ ഇവിടെ കുറച്ച് നാളെ ഇവർ ഹിജാസ് ഏരിയയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ മക്കയുള്ള സ്ഥലം അവർക്ക് അത്യാവശ്യം അറിയാം. പക്ഷെ ഇവിടെ ഒന്നും വെള്ളം അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെ അവർ കിളികളിങ്ങനെ ആകാശത്തിങ്ങനെ കിടന്ന് വട്ടം കറങ്ങാണ്ടപ്പോൾ അവരെന്ത് ചെയ്ത് പോയി നോക്കി. 2 ആൾക്കാരെ വിട്ട് നോക്കാൻ വേണ്ടിയിട്ട് എന്താ കാര്യം. അവർ പോയി തിരിച്ചു വന്നിട്ട് കാര്യം പറഞ്ഞു, അവിടെ വെള്ളം ഉണ്ടെന്നുള്ളത് പറഞ്ഞു, അവിടെ ഒരു കിണർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജുർഹും ഗോത്രം എന്ത് ചെയ്ത് ഈ സംസം വെള്ളം ഉള്ളിടത്തേക്ക് അവർ പോയി. എന്നിട്ട് ഹാജറ ബീവിയോട് ഒരു ചോദ്യം ചോദിച്ചു. സ്ട്രെയിഞ്ച് ചോദ്യം തന്നെ വേണമെങ്കിൽ പറയാം. അതിനവർക്ക് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഉത്തരം കിട്ടി. അവർ വന്നിട്ട് ഹാജറ ബീവിയോട് ചോദിച്ച്, ഞങ്ങളിവിടെ സെറ്റിൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ചോദ്യം സ്ട്രെയിഞ്ചാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ജുർഹും ഗോത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര യുദ്ധമൊക്കെ ചെയ്ത് എല്ലാം നേടിയെടുക്കുന്ന ഗോത്രമാണ്. അവർക്ക് ഈ ഒറ്റയ്ക്കുള്ളൊരു പെണ്ണിനോടും കുട്ടിയോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഒറ്റ ഇതുകൊണ്ട് അവർക്ക് അവളെ തള്ളിയിട്ടിട്ട്, ഹാജറ ബീവിനെ തള്ളിയിട്ടിട്ട് അത് അവർക്ക് സ്വന്തമാക്കാൻ പറ്റും. പക്ഷെ അവർ കരുണ കാണിച്ചിട്ട് ചോദിച്ച് സമ്മതം ചോദിച്ചു, ഞങ്ങളിവിടെ നിന്നോട്ടെ എന്ന്. പക്ഷേ ഹാജറ ബീവിയുടെ ഉത്തരമാണ് അതും സ്ട്രേഞ്ചർ എന്ന് പറയാൻ കാരണം. സാധാരണ നമ്മളാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണം, ഒരു ശക്തിയോ പവറോ ഒന്നുമില്ല, ഒരു വലിയ ഗോത്രം ആൾക്കാരൊന്നും നിന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് എന്ത് പറയും, ആ ഓക്കെ എന്ന് പറയും. പക്ഷേ പകരം ഹാജറ ബീബി നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി അവരായിട്ട്. എന്താ പറയുക, കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്താ താമസിക്കാൻ സമ്മതിക്കാം, പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. ഈ വെള്ളം എൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്, നിങ്ങൾക്കിവിടെ നിൽക്കാം, പക്ഷേ വെള്ളത്തിൻ്റെ ഉടമസ്ഥത എനിക്കാന്ന് പറഞ്ഞു. അവർ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ പറയുന്നുണ്ട്, ഹാജറ ബീവിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ അവരിവിടെ നിൽക്കണം തന്നെ വേണ്ട. കാരണം ഒറ്റയ്ക്ക് നിൽക്കണേക്കാളും എന്താ പറയുക ഒരു ഗോത്രം ആളൊക്കെ. പക്ഷേ ഏറ്റവും നല്ലൊരു ഡീല് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അങ്ങനെ അവരവിടെ സെറ്റിലായി. പിന്നീട് ആ സ്ഥലം മക്ക എന്നറിയപ്പെട്ടു. ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്ന് വലുതായി, അവരുടെ ഭാഷ പഠിച്ചു. പിന്നെ അതായത് അറബിക്ക്. നമുക്കറിയാം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഭാഷ അറൈമേക്ക് എന്ന് പറഞ്ഞ ഭാഷയാണ് ഇറാഖിൻ്റെ. പക്ഷേ ഇവർ വേറെ ഭാഷയായിരുന്നല്ലോ അറബ്. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാം ഭാഷ പഠിച്ചു, അവരുടെ കാര്യങ്ങൾ ഇതായി. അവിടെ നിന്ന് തന്നെ അവരുടെ ഗോത്രത്തിൽ തന്നെ വിവാഹം ചെയ്തു. അങ്ങനെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാമിൽ കൂടെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ലീനേജ് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ജുർഹൂമിന് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് മക്കയിലത്തെ. പക്ഷേ ഇസ്മായിൽ അലൈഹിസ്സലാം അവിടെ ഉണ്ട്, വളർന്ന് വലുതായി. ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു, അവിടെ അവർ ഒരുമിച്ച് കഅബ പണിതു. അപ്പോൾ കഅബ പണിതപ്പോൾ അതിൻ്റെ ആ റിലീജിയസ് ലീഡർഷിപ്പ് ഇസ്മായിൽ അലൈഹിസ്സലാമിനാണ്. അങ്ങനെ അത് മക്കൾ പരമ്പരയിൽ കൂടെ അങ്ങനെ കൈമാറി. അപ്പോൾ ജുർഹൂമിന് ഒരിക്കലും അവിടുത്തെ റിലീജിയസ്
അധികാരം ഉണ്ടായിരുന്നില്ല. അത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ പരമ്പരയിലായിരുന്നു. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എപ്പോഴും ജുർഹുമിൻ്റെ കയ്യിലായിരുന്നു. അവർ 2000 വർഷത്തോളം അവിടെ മക്കയിൽ നിന്നു. അവർ ഭയങ്കര അഴിമതിക്കാരും ടൈറാനിക്കൽ, അതായത് ഈ സ്വേച്ഛാധിപത്യം എന്ന് പറയും, അങ്ങനത്തെ ആളുകളൊക്കെ ആയി മാറി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ മേലെ ഒരു പണിഷ്മെൻ്റായിട്ട് വേറൊരു ഗോത്രത്തെ പറഞ്ഞയച്ചു, ബനു ഖുസാ എന്ന് പറയും. ഈ ബനു ഖുസാ എന്ന് പറയുന്നത് യമനിൽ നിന്ന് വന്ന വേറൊരു ഗോത്രമാണ്, ഈ ഹിജാസിൽ സെറ്റിലായ വേറൊരു ഗോത്രമാണ്. അവർ ചെന്നിട്ട് ഈ മക്കനെ അറ്റാക്ക് ചെയ്തിട്ട് ജുർഹൂമിനെ അടിച്ചോടിച്ചോടുന്നു. അപ്പോൾ ഈ ജുർഹൂം ഗോത്രം അവിടെ നിന്ന് പോണതിന് മുമ്പ് 2 കാര്യം ചെയ്തു. ഒന്ന്, അവർ ഈ സംസമിൻ്റെ കിണർ മൂടി കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട് അത് മൂടിയിട്ട് അതിൻ്റെ അടയാളങ്ങളൊക്കെ മായ്ച്ചറിഞ്ഞു. അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നേ ഉള്ള അടയാളം ഫുൾ മായ്ച്ചറിഞ്ഞു. രണ്ടാമത് അവർ ചെയ്തതെന്ന് വെച്ചാൽ കഅബയുടെ ഉള്ളിലുള്ള എല്ലാ നിധികളും ട്രഷേഴ്സ് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് അവർ പോയി. അപ്പോൾ ഇപ്പോൾ ഖുസാ അവിടെ വന്ന്, ഖുസാ ആണ് അവിടുത്തെ പുതിയ ലീഡേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ഈ 2000 വർഷം കൊണ്ട് ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ മക്കൾ പരമ്പര ഒരുപാട് വളർന്ന് ഒരുപാട് എണ്ണത്തിൽ കൂടി അവർ എന്താ പറയുക, അറേബ്യയിൽ പലയിടത്തും പല സ്ഥലങ്ങളിലൊക്കെ പോയി താമസിച്ച് അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഗോത്രങ്ങളായി മാറി. അതിൽ ഒരു ഗോത്രം മക്കയിൽ തന്നെ നിന്നു പോയില്ല. അതാണ് ഖുറൈഷ് ഗോത്രം. ഖുറൈഷ് എന്ന് പറയുന്നത് അദ്നാൻ്റെ പരമ്പര എന്ന് പറയും. നമ്മൾ ഓരോ ആളുടെ പരമ്പരയിൽ വരുമ്പോൾ അദ്നാൻ്റെ പരമ്പരയിൽ വരുന്നതാണ്. അപ്പോൾ ഖുറൈഷിലത്തെ ലീഡർ ആ സമയത്ത് ഖുസൈ ബിൻ ഖുലാബ് എന്ന് പറഞ്ഞ ആളാണ്. ഖുസായുടെ ലീഡർ അമ്ർ ബിൻ അൽ ഖുസാ ആണ്. അമ്ർ ബിൻ അൽ ഖുസാനെ കുറിച്ച് കുറച്ച് നമുക്ക് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഈ ഖുസൈ ബിൻ ഖുലാബ് എന്ത് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഖുറൈശികളെയും കൂടി എന്താ പറയുക യോജിപ്പിച്ചു. ഇങ്ങനെ വേറെ വേറെ ആയിട്ട് പറയുന്നത് അവരെ യോജിപ്പിച്ചിട്ട് ഒരു റിവോൾട്ട് ഉണ്ടായിട്ട് ഈ ഖുസാനെ എതിരെ ഫൈറ്റ് ചെയ്തിട്ട് അവരെ മക്കയിൽ നിന്ന് ഓടിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ എന്തായി, അവിടെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിലുള്ള ഈ ഖുറൈശികൾ അവിടെ അവർക്ക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി റിലീജിയസ് ലീഡർഷിപ്പുമായി. അപ്പോൾ എല്ലാ അധികാരങ്ങളും അവരെ കയ്യിൽ വന്നു. കഅബ നോക്കുന്ന അധികാരം അത് ഭയങ്കര ഇതായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അതുപോലെ തന്നെ മറ്റേ ഹജ്ജിന് വരുന്ന യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുക എന്നുള്ളത് അത്ര വലിയ സംഭവമായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നില്ല. പക്ഷെ അന്ന് എന്ന് പറഞ്ഞാൽ കാരണം അള്ളാഹുവിൻ്റെ അതിഥികൾക്കാണല്ലോ നമ്മൾ ഭക്ഷണം വെള്ളം കൊടുക്കുന്നത്. ഭയങ്കര വലിയ ഓണറുള്ള സംഭവമായിട്ട് അവർ അന്നത് കണക്കാക്കിയിരുന്നത്. അതിനുവേണ്ടി അവർ തല്ലുടാറുണ്ട്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും അവരേലുണ്ടായിരുന്നു, അവർക്കായിരുന്നു അതിൻ്റേത്. പിന്നെ അതുപോലെ ഹജ്ജിന് വരുമ്പോൾ ആ സീസൺ ഫുള്ള് അവരാണ് ഭക്ഷണം വെള്ളം പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ അവിടുത്തെ പാർലമെൻറ്റ് അതും കൺട്രോൾ ഇവർക്കായിരുന്നു. പിന്നെ യുദ്ധത്തിൻ്റെ ബാനർ പിടിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ പൊളിറ്റിക്കൽ, അതായത് ആരെങ്കിലും മേലെ ഒരു യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിലും ഒക്കെ ഇവർക്കേ പറ്റുള്ളായിരുന്നു എന്നുള്ള രീതി. അങ്ങനെ എല്ലാ അധികാരങ്ങളും ഇപ്പോൾ ഖുറൈശികളുടെ കയ്യിൽ, ഖുസൈ ബിൻ ഖുലാബിൻ്റെ കയ്യിലാണ് ഉള്ളത്. ഇപ്പോൾ ആബ്സല്യൂട്ട് ഭരണാധികാരിയായി മക്കയുടെ. അങ്ങനെ ഈ ഖുസൈ ബിൻ ഖുലാബ് മരിച്ചപ്പോൾ ഈ അധികാരങ്ങൾ എല്ലാ മക്കളുടെ ഇടയിൽ ഡിവൈഡായി. കുറച്ച് അബ്ദു മനാഫ്, കുറച്ച് സഹോദരങ്ങൾ, അങ്ങനെ ഡിവൈഡായി. അപ്പോൾ ഈ ഖുസായുടെ പാരക്കുട്ടി അമ്ര, അത് ഒരു പാരക്കുട്ടിയാണ് അമ്ര എന്ന് പറഞ്ഞാൽ. ഈ അമ്ര എന്ന് പറഞ്ഞ ആൾക്കാണ് എന്താ പറയുക, ഹജ്ജിന് വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം വെള്ളം കൊടുക്കാനുള്ള അധികാരം കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഈ അമ്ര എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു പുതിയൊരു കാര്യം ചെയ്തു. അദ്ദേഹം ഒരു സൂപ്പ് പോലത്തെ ഭക്ഷണം ഒരു കൊടുത്തിരുന്നത് ഹജ്ജിൽ വന്നവർക്ക്. അതായത് വലിയ പാത്രങ്ങളിൽ ഇറച്ചിയിട്ട് വേവിച്ച് കുക്ക് ചെയ്ത് സൂപ്പ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്തത്. കാരണം സൂപ്പാകുമ്പോൾ ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഈ അമ്ര എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിലേക്ക് ബ്രെഡ് പൊടിച്ചിടാൻ തുടങ്ങി. ബ്രെഡ് പൊടിച്ചിട്ടിട്ട് കൊടുക്കും. ഭക്ഷണം ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ സൂപ്പിന് പകരം സൂപ്പ് വിത്ത് ബ്രെഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ബ്രെഡ് പൊടിക്കുന്നതിന് അറബിയിൽ ഹഷ്ം എന്ന് പറയും. അപ്പോൾ അത് ചെയ്ത ആൾ ഹാഷിം. അങ്ങനെയാണ് അമ്രിൻ്റെ പേര് മാറി ഹാഷിം. ആൾക്കാർ അദ്ദേഹത്തിന് ഹാഷിം എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പാട ഉപ്പ എന്ന് പറയുന്നത്. ഈ അമ്ര എന്ന് പറഞ്ഞ ആൾ, പക്ഷേ ശരിക്കുള്ള പേര് അമ്ര എന്നാണ്. പക്ഷേ ആളുകൾ ഈ ഒരു ബ്രെഡ് പൊടിച്ചിടുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഹാഷിം എന്നാണ് വിളിച്ചിരുന്നത്. ഹാഷിം മദീനയിൽ നിന്ന് കല്യാണം കഴിച്ചു.
എന്നിട്ട് കല്യാണം കഴിച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഫലസ്തീനിലേക്ക് ബിസിനസ് ചെയ്യാൻ പോയി ഗസയിൽ വെച്ച് മരണപ്പെട്ടു. അവിടെ തന്നെ ഖബറടക്കം ഉണ്ടായി. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു. കുട്ടിയുടെ പേര് ഷെയ്ബ എന്നാണ്. ഷെയ്ബ എന്ന് പറഞ്ഞാൽ വയസ്സായ ഒരാളെന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കുട്ടീനെ ഒരു വയസ്സായി എന്നുള്ളൊരു പേര് ആരെ വിളിക്കുക? അതിന് കാരണം എന്താ വെച്ചാൽ ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ കുറച്ച് നിറച്ച മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരതിന് ഷെയ്ബ എന്ന് പേരിട്ട കുട്ടിക്ക്. അങ്ങനെ ഉപ്പ മരിച്ചു പോയതുകൊണ്ട് ഉമ്മ മദീനയിൽ സ്വന്തം വീട്ടിൽ നിന്ന് കുട്ടീനെ വളർത്തി. അങ്ങനെ ഒരു ദിവസം മുത്തലിബ് എന്ന് പറഞ്ഞ ഒരാൾ മദീനയിലേക്ക് വരികയാണ്. ഈ മുത്തലിബ് എന്ന് പറഞ്ഞാൽ ഹാഷിമിൻ്റെ സഹോദരനാണ്. ഹാഷിം മരിച്ചു പോയല്ലോ, അപ്പോൾ സഹോദരൻ വരികയാണ്. വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഷെയ്ബാനെ ഞങ്ങൾക്ക് വിട്ടു തരണം, ഞങ്ങൾക്ക് മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റണം. കാരണം ഏകദേശം 8 വയസ്സ് ഏകദേശം ആ പ്രായമായി. അപ്പോൾ അതുവരെ മദീനയിൽ സ്വന്തം ഉമ്മയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അവർ നമുക്കറിയാലോ, കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ 8 വർഷം വളർത്തിയിട്ട് അവർ സമ്മതിക്കില്ല. അവർ നാച്ചുറലി സമ്മതിച്ചില്ല, തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയാൻ തുടങ്ങി. എങ്ങനെയാണ് അവരെ സമ്മതിപ്പിച്ചതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഭയങ്കര വലിയ എന്താ പറയുക, ഏറ്റവും നല്ല നോബിളായിട്ടുള്ളൊരു ഗോത്രമാണ് ഞങ്ങളുടെ ഈ മൊത്തം സ്ഥലത്ത്. ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരിക്കാനും പിന്നെ ഇദ്ദേഹത്തിന് കുറേ കടമകളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനുണ്ട് കുടുംബപരമായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ മക്കയിലേക്ക് വന്നാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കുട്ടീനെ കൂട്ടി മക്കയിലേക്ക് വരികയാണ്. ഇനി മക്കയിലുള്ള ആരും ഈ കുട്ടീനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാരണം ആ കുട്ടി ജനിച്ചതും വളർന്നതും മദീനയിലും ഉമ്മയുടെ കുടുംബക്കാരെ കൂടെയാണ്. അപ്പോൾ ആ സമയത്ത് ഈ സ്ലേവറി ഭയങ്കര അടിമത്വം അത് നല്ലോണം ഉള്ള സമയമാണല്ലോ. മാർക്കറ്റിൽ പോവുക, ഒരാളെ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക, അത് നോർമൽ സംഭവമായിരുന്നു. അപ്പോൾ മക്കയിലുള്ള ആളുകൾ മുത്തലിബ് ഒരു കുട്ടിനെയും കൊണ്ട് വരുന്നുണ്ട്. 8 വയസ്സ് 9 വയസ്സ് ആ ഒരു ഏജിലുള്ള കുട്ടിനെ കൊണ്ടുവന്നപ്പോൾ ഇവർ വിചാരിച്ച് മുത്തലിബിൻ്റെ അടിമയാണത്, ഒരു അടിമേനെ വാങ്ങിയിട്ട് വരികയാണെന്ന് വിചാരിച്ച്. അങ്ങനെ അവരെല്ലാവരും കൂടി അബ്ദുൽ മുത്തലിബ് എന്ന് വിളിച്ച് ആളുകളൊക്കെ. അങ്ങനെയാണ് ഷെയ്ബ എന്ന് പേരുള്ള കുട്ടിയുടെ പേര് അബ്ദുൽ മുത്തലിബ് എന്നാവുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലിപ്പയാണ്. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ നമ്മൾ എവിടം വരെ എത്തി? നബിയുടെ വെല്ലിപ്പ വരെ എത്തി. അപ്പോൾ നമുക്ക് ഈ സെഷന് ഇവിടെ നിർത്താം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലിപ്പയുടെ കാര്യം പറയുമ്പോൾ കുറച്ചൊരു 1-2 ഇൻസിഡൻസ് പറയാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇത് വല്ലാണ്ട് നീണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.